പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രാഫിക് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ 56ാമത് വാർഷിക പൊതുയോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. പ്രസിഡന്റായി ചമയം വാപ്പുവിനെയും വർക്കിംഗ് പ്രസിഡന്റായി PTS മൂസുവിനെയും തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ വ്യാപാരികൾക്കും വ്യാപാരികളുടെ പ്രശ്നങ്ങളിലും എന്നും ഒരുമിച്ച് കൈകോർത്ത് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷനെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതൃത്വമാണ് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച 56ാമത് പൊതുയോഗത്തോടൊപ്പം പടിയിറങ്ങിയത്. PTS മൂസു പ്രസിഡന്റായും CP മുഹമ്മദ് ഇഖ്ബാൽ ജനറൽ സെക്രട്ടറിയായും ചമയം വാപ്പു വൈസ് പ്രസിഡന്റായും KT മൊയ്തുട്ടി ഹാജി രക്ഷാധികാരിയായും 2 വർഷത്തോളം നയിച്ച പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന് ഒരു ശക്തമായ പുതിയ നേതൃത്വത്തെ തന്നെയാണ് ഭാരവാഹികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പൊതുയോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ ഉന്നമനത്തിനായി നിരവധി ഇടപെടലുകൾ സംഘടന നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ മാളുകളുടെയും ഓൺലൈൻ ഷോപ്പിംഗിന്റെയും വ്യാപനം സാധാരണക്കാരായ വ്യാപാരികളെ പ്രതികൂലമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വ്യാപാരികളുടെ കച്ചവട രംഗത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ അവരുടെ ഉന്നമനത്തിനായി ജില്ലാ അടിസ്ഥാനത്തിൽ വ്യാപാരി ഇൻഡസ്ട്രിയൽ ബിസിനസ് എക്കണോമിക് സൊല്യൂഷൻ എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതുപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ ഇതൊക്കെ വർദ്ധിച്ചപ്പോൾ നമ്മളെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. കൂട്ടിപ്പോകുന്നതും നഷ്ടം വരുന്നതും നമ്മൾ അറിയാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. കച്ചവടമില്ല, സ്ഥാപനങ്ങൾ വരുന്നത് നമ്മളെല്ലാവരും അറിയും. ചിലപ്പോൾ ഉദ്ഘാടനമൊക്കെ നമ്മളോട് എല്ലാവരും കൂട്ടിപ്പോകുമ്പോൾ ആരോടും പറയാതെ കണ്ണീരൊഴിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതിന് മാറ്റം വരുത്തണം എന്ന് അതിനെന്ത് മാർഗം എന്ന് ആലോചിച്ചുകൊണ്ട് ഏതാണ്ട് 1 കൊല്ലത്തോളം ഞങ്ങൾ ആലോചനയിലാണ്. ഇനി നമുക്ക് അതിനുള്ളൊരു മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ മാർഗമാണ് ഇപ്പൊ നമ്മളെ ജില്ലാ കമ്മിറ്റി ഒരു പുതിയ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വൈബ്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വ്യാപാരി ഇൻഡസ്ട്രിയൽ ബിസിനസ് എക്കണോമിക് സൊല്യൂഷൻ LLP എന്നൊരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകി. നമ്മൾക്ക് കച്ചവട രംഗത്തുനിന്ന് ഒരു മാറ്റം, എല്ലാവരും കച്ചവടം ചെയ്തുകൊണ്ട് മാത്രമല്ല അവരുടെ കുടുംബം പോറ്റാൻ പറ്റുക എന്നുള്ളത് ഇനി നമുക്ക് തെളിയിക്കേണ്ടത്. വലിയ മാളുകൾ നമുക്കറിയാം. വലിയ മാളുകളിലൊക്കെ ഇതേപോലെയുള്ള കൂട്ടായ്മകൾ കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാം. ചമയം വാപ്പു പ്രസിഡന്റായും PTS മൂസു വർക്കിംഗ് പ്രസിഡന്റായും ഷാലിമാർ ഷൌക്കത്ത് ജനറൽ സെക്രട്ടറിയായും CP മുഹമ്മദ് ഇഖ്ബാൽ വർക്കിംഗ് സെക്രട്ടറിയായും അബ്ദുൾ ലത്തീഫ് ടാലന്റ് ട്രഷററായുമുള്ള പുതിയ നേതൃത്വത്തിനാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ ട്രാഫിക് പരിഷ്കരണങ്ങൾക്കും വ്യാപാരികളുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ സൗകര്യം ഒരുക്കുന്നതിൽ മുൻഗണന നൽകുമെന്നും പ്രസിഡന്റ് ചമയം വാപ്പു, ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത് എന്നിവർ ഉറപ്പു നൽകി. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രാഫിക് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കാൻ ബൈപ്പാസ് വന്നാൽ മാത്രമേ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രഥമ പരിഗണന കൊടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ്. മാത്രവുമല്ല, 20 കൊല്ലമായിട്ട് മാർക്കറ്റ് പൊളിച്ചു മാറ്റി പുതിയ മാർക്കറ്റ് വരാതെ അവിടുത്തെ വ്യാപാരികൾക്ക് മാത്രമല്ല പെരിന്തൽമണ്ണക്ക് തന്നെ ഒരു വമ്പിച്ച നഷ്ടമാണ് സംഭവിച്ചത്. അതിന് മുനിസിപ്പാലിറ്റിയേറ്റും MLA-യേറ്റും ഗവൺമെൻറ് ലെവലിലും ബന്ധപ്പെട്ട് അതിന് ഉടനടി ഒരു പരിഹാരം കാണുവാൻ ശ്രമിക്കുക. കൂടാതെ ഏത് ടൗണിൽ പോയാലും ബസ് സ്റ്റോപ്പ് എല്ലാ സിറ്റികളിലും ഉണ്ട്. കോഴിക്കോടാവട്ടെ, എറണാകുളമാവട്ടെ, ഇവിടെ പോയി പെരിന്തൽമണ്ണയിലുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് എടുത്തു കളഞ്ഞതിൻ്റെ പേരിൽ പെരിന്തൽമണ്ണക്ക് ദൂര ദിക്കിൽ നിന്നും വരുന്ന
ആൾക്കാർക്ക് എവിടുന്ന ബസ് കയറുകയെന്നും അറിയാതെ ചുറ്റിക്കറങ്ങുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ബസ് സ്റ്റോപ്പ് നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. ടൗൺ വികസനത്തിൻ്റെ പേരിൽ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അഴിച്ചു നീക്കുവാൻ എന്ന് പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്നതാണ്. പുതിയ 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അതിൽ വീണ്ടും ചമയം ബാപ്പുവൊക്കെ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. ലത്തീഫ് ട്രഷററായിട്ടും കുഞ്ഞാണി വർക്കിംഗ് സെക്രട്ടറി ആയിട്ടും മറ്റ് ഭാരവാഹികളുടെയൊക്കെ പേരുകൾ ഉണ്ട്. വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷനെ നയിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ വ്യാപാരികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാപാര മാന്ദ്യവും അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടണത്തിൽ കസ്റ്റമേഴ്സിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യമായിട്ടുള്ള പുതിയ ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. നമുക്കറിയാം, എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഒത്തുവന്നിരിക്കുകയാണ്. സംസ്ഥാന തലത്തിലും മുനിസിപ്പൽ തലത്തിലും എല്ലാ തലത്തിലും നമുക്ക് എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബൈപ്പാസ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എന്തായാലും അതിന് തീർച്ചയായും ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ അതിൻ്റെ മുൻപന്തിയിലുണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മാർക്കറ്റിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരുപാട് വ്യാപാര രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള യോജിച്ചുകൊണ്ടുള്ള ഇപ്പം നിലവിലുള്ള കമ്മിറ്റി, അതേപോലെ തന്നെ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ കമ്മിറ്റിയും എല്ലാം കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടനാപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഓഫീസിൻ്റെ വലിപ്പം 1200ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. അതിന് വിശാലമായ രീതിയിലുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും ഈ പുതിയ കമ്മിറ്റിയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് കാണുകയാണ്. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PTS മുസു അധ്യക്ഷത വഹിച്ചു. ഷാലിമാർ ഷൌക്കത്ത്, CP മുഹമ്മദ് ഇഖ്ബാൽ, K അബ്ദുൽ ലത്തീഫ്, PP സേതലവി, ലിയാഖത്ത് അലി ഖാൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ, ജില്ലാ സെക്രട്ടറി എർബാദ് അസീസ്, അക്രം ചുണ്ടയിൽ, വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മേലാറ്റൂർ, മണ്ഡലം ട്രഷറർ സമദ് ചോക്ലേറ്റ്, യൂണിയൻ സെക്രട്ടറി വാര്യർ എസ് ദാസ്, KP ഉമർ, KV അബ്ദുൾ റഷീദ്, അബ്ദുൾ ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഒമർ ഷെരീഫ്, ഇബ്രാഹിം കാരയിൽ, ഫിറോസ് ഫസ്റ്റ് ക്രൈ, റഷീദ ഡാലിയ, കാജ മുഹ്യുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം, ഞാൻ അഖില, ഓഡിയോളജിസ്റ്റാണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ കുട്ടിയുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ വള്ളുവനാട് വിദ്യാഭവൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ. Celebrating 33 years of excellence in the field of education. Shri Valluvanad Vidya Bhavan, Perindalmanna.